ഒരു പേപ്പർ കപ്പ് എടുത്ത് അതിൻ്റെ സൈഡ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ആ റൗണ്ടായിട്ട് വെച്ചിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. കളറ് തേച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ സമയം മറ്റൊരു കപ്പ് എടുത്ത് 1 ഇഞ്ച് വീതിയിൽ അതിനെ ഒന്ന് കട്ട് ചെയ്യുക. 1 ഇഞ്ച് വീതിയും 1 ഇഞ്ച് നീളവും മതി. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഈ റൗണ്ട് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വൈറ്റ് കളർ റൗണ്ടാണ് വെട്ടിയെടുക്കേണ്ടത്. ഇതുപോലെ ആ ഭാഗം വെച്ചിട്ട് ഒരു റൗണ്ട് വരച്ച് വെട്ടിയെടുക്കുക. എന്നിട്ട് ആ റൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഫെവിക്കോൾ ആഡ് ചെയ്ത് ഒട്ടിച്ച് എടുക്കണം. ഇത് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഉണങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫെവിക്കോൾ അവിടെ നിന്ന് മാറിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് പോകും. ഫെവിക്കോളെല്ലാം ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് കളർ പെയിൻറ്റ്, അക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് യൂസ് ചെയ്യും. സ്കെച്ച് ആയാലും മതിയാകും. അങ്ങനെ ഇത് ഫുള്ളും ബ്ലാക്കാക്കി എടുക്കുക. അപ്പോൾ ആ കപ്പും അതിൻ്റെ മൂടിയും നമ്മൾ ബ്ലാക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് നേരത്തെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഞാൻ ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള കപ്പാണ്. ആ കപ്പ് എടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് ലാസ്റ്റ് വരെ ആ കപ്പിൻ്റെ ലാസ്റ്റ് വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഇനി കട്ട് ചെയ്തതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വെളിയിലോട്ട് പുറകു വശത്തോട്ട് ഒന്ന് മടക്കി കൊടുക്കും.